നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ നടന്ന ഒരു ഓണാഘോഷ പരിപാടി ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. മസ്കറ്റിലെല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ഓണം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ ആഘോഷിച്ചൊരു ഓണാഘോഷം നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. മാവേലിയൊക്കെ വരുന്നുണ്ട്. കുട്ടികൾ താലപ്പൊലിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ടിപ്പം നമ്മളൊരു കുട്ടികളുടെ കലാപരിപാടി കാണുകയാണ്. വള്ളംകളിയാണ്. കുട്ടികളെല്ലാം അതിമനോഹരമായിട്ട് വഞ്ചിപ്പാട്ടൊക്കെ ഇട്ട് വള്ളം കളിക്കുകയാണ്. അതിനുശേഷം ഒരു നൃത്തമാണ്. കൊച്ചു പെൺകുട്ടികളുടെ ഒരു നൃത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ നാടിനെ മിസ് ചെയ്യുന്നതായിട്ട് ഉള്ളൊരു ഫീലുണ്ടല്ലോ, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അത് ഏറെക്കുറെ നമ്മൾ മറക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. മലയാളികൾക്ക് പിന്നെ എവിടെ ചെന്നാലും ഇത്തരം കൂട്ടായ്മകളുണ്ട്. പക്ഷേ യൂറോപ്പിലെ പോലല്ല. ഇവിടെ എല്ലാവരും മര്യാദയ്ക്കുള്ള ഓണാഘോഷമാണ്. ഇതിപ്പോൾ ഇവിടുത്തെ അവന്യൂസ് മാൾ എന്ന് പറഞ്ഞൊരു വലിയ മാളുണ്ട് മസ്കറ്റിൽ. അതിനകത്ത് 4ാമത്തെ ഫ്ലോറിൽ ഉള്ള ഒരു ഹാളിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ സമാധാനത്തോടെ ഒച്ചയൊന്നും വെളിയിൽ കേൾപ്പിക്കാതെ ഉള്ള ഒരു പരിപാടിയാണിത്. നടുറോഡിൽ കൂടെയുള്ള പ്രകടനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതൊരു ഗൾഫ് രാജ്യങ്ങളിലും ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ യൂറോപ്യൻസിൻ്റെ വിശാല മനസ്കതയായിരിക്കാം നമ്മൾ വല്ലാതെ അങ്ങോട്ട് മുതലെടുത്തത്. അതെന്തായാലും ഇവിടെയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഓണാഘോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും മറ്റുള്ള കമ്മ്യൂണിറ്റിക്കോ ഒന്നും ഒരു ഉപദ്രവവും നമ്മൾ ഉണ്ടാക്കാറില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാത്തരം മ്യൂസിക് പ്രോഗ്രാംസും എല്ലാത്തിനും ഇവിടെ ട്രെയിനേഴ്സും ഒക്കെ ഉണ്ട്, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ കലാപരമായിട്ടുള്ള വാസനകളെ വളർത്തിക്കൊണ്ടുവരാൻ നാട്ടിലെന്ന പോലെ തന്നെ ഇവിടെയും സാധ്യമാണ്. അതുകൊണ്ട് അവർ നാടുമായിട്ടുള്ള ടച്ചോ നമ്മുടെ വേരുകളുമായിട്ടുള്ള ഒരു ടച്ചോ വിട്ടുപോകുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരം കലാപരിപാടികൾ നല്ലതാണ്. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ ഈ കുട്ടികൾക്ക് അറിയാനും അതിൻ്റെ മഹത്വം മനസ്സിൽ ഉൾക്കൊള്ളാനും അതോർത്ത് അഭിമാന പുളകിതരാകാനുമൊക്കെയുള്ള ഒരു സന്ദർഭമാണ് ഇത്തരം ആഘോഷങ്ങളും കൂട്ടായ്മകളും. ഈ പെൺകുട്ടികളുടെ നൃത്തം വളരെ നന്നാവുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളെ മ്യൂസിക്കൊന്നും കേൾപ്പിക്കാൻ കഴിയുന്നില്ല. മ്യൂസിക്കും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി ചോരാതെ തന്നെ നിങ്ങൾ എത്തിക്കാമായിരുന്നു. ഇപ്പോൾ അതിന് നിവൃത്തിയില്ല. അങ്ങനെ കുട്ടികളുടെ നൃത്തം വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഈ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ പലരുടെ അമ്മമാരാണ് ഇതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അവരെടുക്കുന്ന ആ എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അവരും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള 2 ദിവസത്തെ അവധി, ഇവിടെ സാറ്റർഡേയും ഫ്രൈഡേയുമാണ് അവധിയുള്ളത്. ആ 2 ദിവസം അവധിക്കിടയിൽ ആണ് ഈ പരിശീലനങ്ങളെല്ലാം അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ചില ആളുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് പഠിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മ്യൂസിക് ക്ലാസ്സും ഡാൻസ് ക്ലാസ്സുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതിന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡാൻസ് പരിശീലിക്കുന്നവരാണ്, പാട്ടും ഡാൻസും ഒക്കെ പരിശീലിക്കുന്നവരാണ്. അപ്പം തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കണ്ടോ, കുറേ പെൺകുട്ടികളുടെ ഇടയിൽ 2 ആൺപിള്ളേരുണ്ട് കേട്ടോ. അവന്മാർ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുതിരുമ്പോൾ ഇതൊക്കെയാണല്ലോ ഒരു അവിടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങൾ.
എല്ലാവരും വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ഇരുന്ന് പ്രോഗ്രാമെല്ലാം വീക്ഷിക്കുകയാണ്. കുഞ്ഞു പിള്ളേരുടെ പ്രോഗ്രാമുകളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സദ്യയൊക്കെ ഉണ്ട്. ഒരുപക്ഷേ ആ സദ്യ തിന്നാനുള്ള മോഹം കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഇതിൽ ക്ഷമയോടുകൂടി ഇരിക്കുന്നത്. അങ്ങനെയും ആവാം. നമ്മുടെ കേരളീയമായിട്ടുള്ള ശൈലിയിലുള്ള കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് പിള്ളേർ വരുമ്പോൾ ഇത് നമ്മുടെ സ്വന്തം നാട് തന്നെയാണ് എന്ന് തോന്നിപ്പോവുകയാണ് ഒരു നിമിഷം. എന്തായാലും ഇതിൻ്റെ സംഘാടകർ വളരെയധികം എഫർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും ജോലി തിരക്കിനിടയിൽ തന്നെയും ഈ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ സമയം കണ്ടെത്തുന്നു, അത് സംഘടിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അത് നമ്മുടെ മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മയും മറ്റുള്ളവരോടുള്ള ഒരു കരുതലുമൊക്കെയാണ് അതിൽ നിന്നും പ്രതിഫലിക്കുന്നത്. കുറേ ആളുകൾ സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞു മാറുന്ന ആൾക്കാരുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. പലർക്കും, ചില ആളുകൾക്ക് ഈഗോയുടെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ പലരും പല കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. സ്റ്റേജിലുള്ളതിനെക്കാട്ടിലും സൈഡിൽ കുറേ ആളുകൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ആ സൈഡിൽ ഡാൻസ് കളിച്ച പിള്ളേർ സജീവമായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നവരാണ്. നല്ല പ്രതിഭയുള്ളവർ തന്നെ. ദൗർഭാഗ്യവശാൽ മ്യൂസിക് ഇല്ല. അതാണ് ഒരു സങ്കടകരമായ അവസ്ഥ. അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള സൗന്ദര്യം നമുക്ക് അനുഭവപ്പെടുമായിരുന്നു, പ്രേക്ഷകരായ നിങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നു. അമ്മമാരും എല്ലാവരും മുണ്ടൊക്കെ ഉടുത്തും അമ്മമാരെല്ലാം സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു കേരളത്തിൽ എവിടെയോ ആണെന്നുള്ളൊരു തോന്നൽ നമുക്കെല്ലാം ഉണ്ട്. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അമ്മമാരുടെ ഒരു നൃത്തമാണ്. ഇതിലുള്ള എല്ലാ അമ്മമാരും സ്ഥിരം ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നവരാണ്. എല്ലാ വർഷവും പങ്കെടുക്കുന്നവരാണ്. അവരുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവും എല്ലാ ഓണ പരിപാടികൾക്കും. എല്ലാവരും ജോലിയുള്ളവരൊക്കെ തന്നെ അതിനിടയ്ക്ക് ഇതിനുവേണ്ടി സമയം കണ്ടെത്തി പ്രാക്ടീസൊക്കെ ചെയ്ത് ആണ് ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഘടകമാണത്, സംഗതിയാണത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഡാൻസാണ്. പക്ഷേ മ്യൂസിക് ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും. മസ്കറ്റിൽ അങ്ങനെ ഒരുപാട് മലയാളി കൂട്ടായ്മകളുണ്ട്. ഇതിലതൊരു മലയാളി കൂട്ടായ്മ മാത്രം, ഇതൊരു കൂട്ടായ്മ മാത്രം. ഇത് മസ്കറ്റ് ഗുബ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൂട്ടായ്മയാണ്. ഇങ്ങനെ അനവധി കൂട്ടായ്മകൾ ഒമാനിലുണ്ട്. സത്യത്തിൽ ഒമാൻ എന്ന് പറഞ്ഞ രാജ്യം കേരളത്തിൻ്റെ ഒരു ബ്രാഞ്ചാണോ എന്ന് പോലും തോന്നിപ്പോകാറുണ്ട്. എവിടെ നോക്കിയാലും മലയാളി കടകളും മലയാളത്തിലുള്ള എഴുത്തുകളും ഒക്കെ തന്നെ. ഗൾഫെല്ലാം നമ്മൾ മലയാളികളെ സ്വന്തം നാട് പോലെ ആക്കിയിരിക്കുന്നു. സത്യത്തിൽ കേരളത്തിലുള്ളതിനെക്കാട്ടിലും കൂട്ടായ്മ ഇവിടെയാണെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ഇവിടെ ആകുമ്പം പിന്നെ ആർക്കും കേരളത്തിലെ പോലെ അടികൂടാൻ നേരമില്ലല്ലോ. അതുകൊണ്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ. എന്ത് സംഘടിപ്പിച്ചാലും എല്ലാവരും വളരെ സൈലൻ്റായിട്ട് അവരവരുടെ റോളുകൾ ചെയ്തു തീർത്ത് ഒരു പ്രോഗ്രാമിനെ വിജയകരമാക്കാറുണ്ട് ഇവിടെ. അതാണ് ഇവിടെയുള്ള മലയാളി കൂട്ടായ്മകളുടെ ഒരു പ്രത്യേകത.
എന്തുകൊണ്ട് യൂറോപ്പിൽ പോയ മലയാളികൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ തെരുവിലിറങ്ങി സായിപ്പന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നത് അമേരിക്കയിൽ എവിടെയോ ദീപാവലി ആഘോഷിച്ച് പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് സ്ട്രീറ്റെല്ലാം വൃത്തികേടാക്കി. അതിന് അവിടുത്തെ ലോക്കൽസ് എല്ലാം ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ചെയ്യുകയാണ് അതിനെപ്പറ്റി. അപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇന്ത്യൻസിന് പൊതുവേ മലയാളികൾക്ക് വ്യക്തി ശുചിത്വം ഉണ്ടെങ്കിൽ പോലും, പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിലും, നമ്മുടെ പരിസരം മലിനീകരണമാക്കുന്നതിൽ നമ്മൾ മറ്റുള്ള ഇന്ത്യക്കാരെ പോലെ തന്നെ ഒട്ടും പുറകിലല്ല. അതുകൊണ്ട് ശുചിത്വം എന്നുള്ളൊരു സംഗതി നമ്മുടെ സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കണം. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ സ്ട്രീറ്റുകളിലൊക്കെ കൂട്ടുകാരൊപ്പം പോകുമ്പോൾ ഏതെങ്കിലും സ്വീറ്റ്സൊക്കെ വാങ്ങിയാൽ, മിഠായിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കടലാസ് ഞാൻ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അത് ഞാൻ കളയത്തില്ല, തെരുവിലെവിടെയും കളയാറില്ലായിരുന്നു. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കത്തിച്ച് കളയാണ് ചെയ്യുക. അപ്പം അന്ന് കൂട്ടുകാരൊക്കെ കുറേ നീ ഒരുത്തം വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമോ, വൃത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കാറുണ്ട്. അപ്പം അന്ന് സഞ്ചാരം പരിപാടി കണ്ടിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു സഞ്ചാരം പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു ഞാൻ. 1996 കാലഘട്ടത്തിലൊക്കെ, ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, ഏഷ്യാനെറ്റിൽ ഈ പ്രോഗ്രാം എല്ലാ സൺഡേയും 10:30 അന്ന് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ സീരിയൽ കഴിഞ്ഞാൽ പിന്നെ ഇതാണെന്ന് തോന്നുന്നു സഞ്ചാരം പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം കണ്ടിട്ട് അതിൽ നിന്നും ഉള്ള ഒരു യൂറോപ്പിൻ്റെയൊക്കെ വൃത്തിയും ഒക്കെ കണ്ടിട്ട് ഒരുപാട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ നാട് പോലെയല്ല. അങ്ങനെയാണ് നമ്മുടെ തെരുവുകളൊക്കെ എന്നും വൃത്തിയായിരിക്കണം, സൗന്ദര്യമുള്ളതായിരിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുള്ളത്. ഇപ്പോഴും നമ്മുടെ തെരുവുകൾക്ക് കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒരു അന്താരാഷ്ട്ര നിലവാരമൊന്നും ആയിട്ടില്ല. ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. ഇവിടെ ഗൾഫിലെല്ലാം അങ്ങനെയാണ്, എല്ലായിടത്തും വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തി ശുചിത്വവും അതുപോലെ പരിസര ശുചിത്വമൊക്കെ മലയാളികൾ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് യൂറോപ്പിലെ പോലെ അടിമേടിച്ചൊന്നും കൂട്ടുന്നില്ല. ഇവിടെ എല്ലാവരും മര്യാദയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുന്നത്. ദീപാവലി ആണെങ്കിലും ഓണാഘോഷമാണെങ്കിലും എന്താഘോഷമാണെങ്കിലും. അങ്ങനെ ഒരു സോളോ നൃത്ത പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായൊരു നൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സൈലൻ്റായിട്ട് തന്നെ ഇരുന്ന് ആ കുട്ടിയുടെ നൃത്തം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികളിലേക്ക് സിവിക് സെൻസ് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും കൾട്ടിവേറ്റ് ചെയ്യണം. സിവിക് സെൻസിൻ്റെ അഭാവമാണ് ഇന്ത്യക്കാരെ ഹേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ. ലോകമെമ്പാടും നമ്മൾ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിൻസിന് വിധേയമാവുന്നുണ്ട്. നമുക്കെതിരെ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. അതിന് പ്രധാന റീസൺ ഈ സിവിക് സെൻസ് ഇല്ലായ്മയാണ്. പുതിയ തലമുറ അതൊക്കെ മറന്ന് നമ്മുടെ രാജ്യത്തെ മനോഹരമാക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും കേരളമെന്നൊരു നാടുണ്ടെന്നും അതിന് ഓണമെന്നൊരു ആഘോഷമുണ്ടെന്നും മഹാബലിയെ പറ്റിയുമൊക്കെ കുട്ടികൾക്ക് ഇത്തരം സന്ദർഭങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ പരിപാടികൾക്കൊക്കെ വളരെയധികം സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനിയും ഇത്തരം വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.